വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഉണ്ടെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ തെളിവെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആത്മഫലമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമയായിരിക്കും. അതാണ് ഇവിടെ പൗലോസ് വിശദീകരിച്ചിരിക്കുന്നത്. ആത്മാവിന്റെ ഫലമോ 9 തരത്തിലുള്ള ഒരു ഫലത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണത്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. 9 തരത്തിലുള്ള ആത്മഫലം, ദ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടോ? സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? നമ്മൾ വിഷയങ്ങളുള്ള ബന്ധത്തിൽ ദീർഘമായിട്ട് ക്ഷമയോടുകൂടെ കാര്യങ്ങൾ കാണുന്നുണ്ടോ? മറ്റുള്ളവരോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരോപകാരം ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് താഴ്മയോടും വിനയത്തോടും ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ദ്രിയജയം നമുക്കുണ്ടോ? സമാധാനം നമുക്കുണ്ടോ? നാം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാൽ മതി. ഈ 9 തരത്തിലുള്ള ആത്മഫലം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത നമുക്ക് ഇല്ലെന്നാണ്. നമ്മൾ ചിലപ്പോൾ അന്യഭാഷയൊക്കെ പറയും, കയ്യടിക്കും, പാട്ടുപാടും, ഒച്ചത്തിലൊക്കെ ഹാലേലിയൊക്കെ പറയും. പക്ഷേ സ്നേഹമില്ല, സന്തോഷമില്ല, ദീർഘക്ഷമയില്ല, നിസ്സാര കാര്യത്തിന് നുണ പറയുന്നു. നമ്മളെപ്പോലെ വിശ്വാസികളായിരുന്നു അനന്യാസും സഫീറയും. അവർ നമ്മളെപ്പോലെ രക്ഷിക്കപ്പെട്ടവരായിരുന്നു, സ്നാനപ്പെട്ടവരായിരുന്നു, ദശാംശം കൊടുക്കുന്നവരായിരുന്നു, ആത്മനിറവൊക്കെ പ്രാപിച്ചെന്ന് അവകാശപ്പെടുന്നവരായിരുന്നു. പക്ഷേ പണത്തിന്റെ കാര്യം വന്നപ്പോൾ പത്രോസ് അപ്പോസ്തലന്റെ മുമ്പാകെ അല്ല, പരിശുദ്ധാത്മാവിന്റെ മുമ്പാകെ അവർ വ്യാജം പറഞ്ഞു, അവർ നുണ പറഞ്ഞു. പിന്നെ അവർക്ക് ജീവൻ പോലും കിട്ടിയില്ല. ആദിമസഭയിൽ പറയുന്ന ചരിത്രമാണ്. ഒരാൾ ആത്മനിറവ് പ്രാപിച്ചു എന്നതിന് തെളിവ് ആത്മഫലത്തോടുകൂടെ ആ വ്യക്തി ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കും. ദൈവത്തോടും മനുഷ്യരോടും ആ വ്യക്തി സ്നേഹമുള്ള ഒരാളായിരിക്കും. വിഷയങ്ങളുടെ ബന്ധത്തിൽ ദീർഘമായിട്ട് ക്ഷമിക്കും. സൗമ്യതയുള്ള ആളായിരിക്കും, താഴ്മയുള്ള ആളായിരിക്കും. യേശു അതല്ലേ പറഞ്ഞത്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റ് എന്നോട് പഠിക്കാനാണ് പറഞ്ഞത്. യേശു തന്നിൽ നിന്ന് പഠിക്കാൻ ദൈവമക്കളോട് പറഞ്ഞിരിക്കുന്നത് തൻ്റെ താഴ്മയും തൻ്റെ വിനയവുമാണ്. ആത്മഫലമാണ്. തൻ്റെ പ്രസംഗം പഠിക്കാൻ പറഞ്ഞില്ല, തൻ്റെ രോഗശാന്തി ശുശ്രൂഷ പഠിക്കാൻ പറഞ്ഞില്ല, തൻ്റെ അത്ഭുത ശുശ്രൂഷ പഠിക്കാൻ പറഞ്ഞില്ല, ഞാൻ കടലിൻ മീതെ നടന്നതുപോലെ നീ നടക്കാൻ പഠിക്കൂ എന്നൊന്നും പറഞ്ഞില്ല. അതൊക്കെ പുറകെ വരും. പക്ഷെ ഒന്നാമത് വേണ്ടത് പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചുകൊണ്ട് ആത്മഫലത്തോടുകൂടെ ജീവിക്കണം. നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വിത്ത് നട്ടു, അല്ലെങ്കിൽ ഒരു ചെടി നട്ടു, ഒരു വൃക്ഷം നട്ടു, അത് എന്തിനാ നമ്മൾ നടുന്നത്? കാണാനാണ്? അല്ല, അത് ഫലം കായ്ക്കുന്നത്, പൂക്കൾ വിടരുന്നത്, അല്ലെങ്കിൽ അതിൽ ഫലമുണ്ടാകുന്ന കാഴ്ച കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാം ഒരു വൃക്ഷത്തെ പോലെയാണ്. നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നതാണ് നല്ല ഫലമുള്ള, ആത്മഫലമുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ 100% നിശ്ചയമായി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നിറവും നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ട്. ആത്മഫലമില്ലെങ്കിൽ ആത്മനിറവും നമുക്കില്ല. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. എഫേസ് ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സ്തോത്രം. ഒരാള് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചു എന്നതിന്റെ രണ്ടാമത്തെ തെളിവാണ് എഫേസ് ലേഖനത്തിൽ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നിങ്ങൾ ആത്മാവ് ഉണ്ടോ? ആ വാക്ക് തന്നെയാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നിങ്ങള് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ നമ്മുടെ വായിൽ നിന്ന് എന്ത് വരും?
ആത്മാവിന്റെ നിറവുണ്ടെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് സങ്കീർത്തനങ്ങൾ വരും, സ്തുതിഗീതങ്ങൾ വരും, സ്തോത്രം വരും. ദൈവത്തെ ആരാധിക്കാനുള്ള ഒരാരാധനയും സ്തുതി സ്തോത്രങ്ങളും ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിങ്കിലേക്ക് ഉയർന്നു വരുന്ന ഒരനുഭവം നമുക്കുണ്ടാകും. അപ്പോസ്തലന്മാര് രാത്രികാലം സുവിശേഷ നിമിത്തം ബന്ധിക്കപ്പെട്ടവരായിട്ട് ഒരു കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ആമത്തിലിട്ട് അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. അവർക്ക് വേണമെങ്കിൽ പറയായിരുന്നു, കർത്താവേ, കയ്യും കാലും ഒക്കെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്, ഒരു വിധത്തിലാണ് ഇവിടെ കിടക്കുന്നത്, ജയിലാണ്, ചുറ്റും ഭയങ്കരമായ കുറ്റവാളികൾക്ക് ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരാധിക്കാൻ പറ്റുമോ? ഇവിടെ സ്തുതിക്കാൻ പറ്റുമോ? ഇനി ഇവരെ ആരാധിച്ച അവന്മാരെല്ലാം കൂടി വന്ന് ഞങ്ങളെ ശരിയാക്കണം, ഞങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തി, ഒന്നാമത് ജയിലാണ്, ഇപ്പൊ ഒരു പ്രാർത്ഥനക്കാരും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവന്മാർ നല്ല ഇടിയും തരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരാധനയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, സ്തുതിയും വേണ്ട, പാട്ടും വേണ്ട, എവിടെയെങ്കിലും ചുരുട്ടി കൂടി കിടക്കാം എന്ന് അപ്പോസ്തലന്മാർക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. അർദ്ധരാത്രി ആയപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആത്മനിറവ് അവരെ അവിടെ നിശബ്ദരായിരിക്കുവാൻ സമ്മതിച്ചില്ല. അവർ പാടാൻ തുടങ്ങി, അവർ സ്തുതിക്കാൻ തുടങ്ങി. അവർ അവരുടെ ആ ജയിലിനെ കുറിച്ച് ചിന്തിച്ചില്ല, മറ്റു മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചില്ല, അവരുടെ ബന്ധനങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ല. അവരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചു, അവർ യേശുവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവരെ രക്ഷിച്ച, വിടുവിച്ച, അവരിവിടെ വരെ കൊണ്ടുവന്ന ക്രിസ്തുവിനെ കുറിച്ച് അവർ ധ്യാനിക്കുകയാണ്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തകൾ അവിടെ ഉള്ളിൽ ഭരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ദൈവദാസന്മാർക്ക് ആ കാരാഗ്രഹത്തിൽ വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവിടെ കരങ്ങൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അവിടെ അധരങ്ങൾ ബന്ധിക്കപ്പെട്ടില്ല. ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് പറയാനുള്ളത്, ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് വേദന ഉണ്ടാകാം, ശരീരത്തിന് രോഗമുണ്ടാകാം, കൈയടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകാം, പക്ഷേ നമ്മുടെ അധരങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ വെറുതെ ഇരിക്കരുത്. പാടണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. അവിടെ വിടുതലുണ്ടാകും, അവിടെ വിടുതലുണ്ടാകും. ഈ ദൈവത്തിന്റെ ദാസന്മാർ, അപ്പോസ്തലന്മാർ അർദ്ധരാത്രിയായപ്പോൾ ആത്മനിറവ് അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവര് സ്തുതിക്കാൻ തുടങ്ങി, അവർ പാടാൻ തുടങ്ങി, അവർ ആരാധിക്കാൻ തുടങ്ങി. ആ ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എവിടെ യഥാർത്ഥമായ ആരാധന മുഴങ്ങുന്നുണ്ടോ അവിടെ ദൈവശക്തി മൂവ് ചെയ്യും, അവിടെ ദൈവശക്തി പ്രവർത്തിക്കും, അവിടെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും, അവിടെ വാതിലുകൾ അഴിഞ്ഞു മാറും, ചങ്ങലകൾ ഊർന്നു വീഴും. ഇന്നും ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് ആത്മനിറവ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും നോക്കില്ല, ഒരാരും നോക്കില്ല, നമ്മൾ ദൈവത്തെ സ്തുതിക്കും. ചില ആൾക്കാർക്ക് ഭയങ്കര ലജ്ജയാണ്. ഒറ്റത്തിൽ കല്ലേലു പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയോ? പല സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചോ? നമ്മുടെ പെന്തക്കോസ്ത് സഭാ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ ചില സഹോദരിമാരിങ്ങനെ അവർ ആ ആത്മനിറവെ സന്തോഷത്തോടെ ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ഇരിക്കും. അപ്പോൾ അടുത്തിരിക്കുന്ന സഹോദരി, ഒരു അത്ഭുത ജീവി, എടാ ഇന്ന് വരെ കാണാൻ ഒരു അത്ഭുത ജീവി വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ആയിപ്പോയി. നമ്മൾ ആരെയും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിൽ ദൈവം സ്പർശിച്ചാൽ, ഇടപെട്ടാൽ സ്തോത്രം പറയണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. യഹോവയുടെ പെട്ടകം കണ്ടപ്പോൾ ദാവീദ് രാജാവ് രാജാവാണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നില്ല. ഇരുന്നോ? നമ്മളൊക്കെ ആണെങ്കിൽ ഞാൻ രാജാവാണ്. ഇന്ന് പല ദൈവദാസന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അവരാരാധിക്കില്ല, അവരാരാധിപ്പിക്കും. ആരാധിക്കൂ, പാടൂ, സ്തോത്രം പറ, ഹല്ലേലൂയ പറ, കൈ ഉയർത്തി ആമേൻ പറ. ഞാനൊന്നും ചെയ്യില്ല, ഞാൻ കൈയടിക്കൂല, പാട്ടും പാടില്ല, ഞാനിങ്ങനെ ആരാധിപ്പിക്കും. ആരാധിക്കുന്നവർ നോക്കിക്കൊണ്ടിരിക്കും. ദാവീദ് അങ്ങനെയായിരുന്നില്ല. യഹോവയുടെ പെട്ടകം, യഹോവയുടെ പെട്ടകം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ അദ്ദേഹം രാജാവാണെന്ന് മറന്നുപോയി, തൻ്റെ അധികാരം മറന്നു, തൻ്റെ സിംഹാസനം മറന്നു. അദ്ദേഹം ഒരു പൊട്ടനെ പോലെ, ഒരു മണ്ടനെ പോലെ, ഒരു വിഡ്ഢിയെ പോലെ ആ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പാകെ നൃത്തമാടി അദ്ദേഹം ആരാധിച്ചു. അതേ രാജാവാണെന്ന് ഓർക്കണം. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ മീകൾ അദ്ദേഹത്തെ നിന്ദിച്ചു, ആരാധനയെ നിന്ദിച്ചു. നിന്ദിക്കപ്പെട്ടവൾ വന്ധ്യയായി പോയി. എന്നാൽ ആരാധിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടു, ദൈവത്തെ സ്തുതിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരാൾ ആത്മനിറവ് പ്രാപിച്ചു എന്നതിന്റെ ഒരു തെളിവാണ് അയാളിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ ഉയരും. വേറെ ആരും നോക്കില്ല, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കും. ആരാധിച്ചാൽ എന്തുണ്ട്? വിടുതലുണ്ട്, ആരാധിച്ച സൗഖ്യമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച സാൻഡ്ര സാക്ഷ്യം പറഞ്ഞു അല്ലേ? സാൻഡ്ര ഭയങ്കര പ്രഷർ കൂടി വലിയ അസ്വസ്ഥതയോടുകൂടെ
കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച വന്നു, നമ്മളിവിടെ ആരാധിച്ചു, താനും ആരാധിച്ചു, ആരാധന തനിക്ക് വിടുതൽ കിട്ടി. ഇപ്പൊ എങ്ങനെയുണ്ട്? വല്ല കുഴപ്പമുണ്ടോ? നോർമലായി. സ്വത്രാം, നോർമലായി. എത്രയായിരുന്നു ബി പി? 220. ഇപ്പോ 130. ഒരു മരുന്നിനും ചെയ്യാൻ പറ്റാത്തത്. മരുന്നുകൾക്ക് പോലും പരിമിതികളുണ്ട്, ഡോക്ടർമാർക്ക് പരിമിതികളുണ്ട്, വൈദ്യന്മാർക്ക് പരിമിതികളുണ്ട്. പക്ഷെ ദൈവത്തിന് പരിമിതിയില്ല. ആരാധിച്ചാൽ വിടുതൽ ഉറപ്പാണ്, സൗഖ്യം ഉറപ്പാണ് എന്നതിന്റെ തെളിവാണത്. അപ്പോൾ ആത്മനിറവ് പ്രാപിച്ചാൽ നമ്മൾ അറിയാതെ ദൈവത്തെ സ്തുതിക്കും.